ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ 2ാമത്തെ യൂണിറ്റ് തുടങ്ങുകയാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേര് ഐ ആം കലാം കെ ബഹാനെ എന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ വീണ്ടും നമ്മൾ ബീർബഹുട്ടി പഠിച്ചതുപോലെ സൗഹൃദത്തെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഗ്രാമങ്ങളിലെ സൗഹൃദങ്ങളുടെയും അതിലൂടെ ലഭിക്കുന്ന സന്തോഷങ്ങളുടെയും നേർ അനുഭവങ്ങളാണ് 10ാം ക്ലാസ്സിലെ 2ാം യൂണിറ്റിൽ പറയുന്നത്. മിഹിർ എഴുതിയ ഫിലിം ലേഖനമാണ് ഐ ആം കലാം കെ ബഹാനെ. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലത്തെ കുറച്ച് അർത്ഥങ്ങൾ നോക്കാം. ഈ പാഠത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മീനിങ്സ് നോക്കാം. ബഹാനെ എന്ന് പറഞ്ഞാൽ വ്യാജേന, എക്സ്ക്യൂസ്. സാത്തി സുഹൃത്ത്, മത്ലബ് ആശയം, അർത്ഥം. ഹിജ്ജ് സ്പെല്ലിംഗ്. വജ് കാരണം, ജഗ് സ്ഥാനം, ഡിബ്ബ ബോക്സ് പാത്രം. രാജ്മ ഒരു തരത്തിലുള്ള ഒരു പരിപ്പാണ്. രാജ്മ ഒരു ധാന്യമാണ്, പയർ വർഗ്ഗമാണ് കേട്ടോ. ബാച്ചെങ്കിൽ ജാന സന്തോഷം തോന്നുക. സൗദ വിനോദം അല്ലെങ്കിൽ വ്യാപാരം. ഖേൽഗണ്ടി കളി പിരീഡ്. അദല ബദലി കൊടുക്കലും വാങ്ങലും. യാനി അതായത്. ചാച്ച് മോര്. കംസോരി ദൗർബല്യം. കത്തയി ഒരിക്കലും. അന്താസ തോന്നൽ ഊഹിക്കൽ. ഖാസ് വിശേഷപ്പെട്ട. റോസ് ദിവസേന. സരാബി ഒട്ടും തന്നെ. ചലക്ന തുളുമ്പുക. തേസ് ബാരിഷ് കനത്ത മഴ. നാച്ച് കർണ സന്തോഷിച്ച് തുള്ളിച്ചാടുക. നമ്മുടെ പാഠത്തിൽ 2 ഭാഗമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഭാഗം നമ്മുടെ മിഹിർ ഈ പാഠം എഴുതിയ ഫിൽമിയിലേക്ക് എഴുതിയ മിഹിറിൻ്റെ കുട്ടിക്കാലവും, പിന്നീട് മിഹിർ അടുത്ത പേജിലായിട്ട് മിഹിർ കണ്ട സിനിമ ഐ ആം കലാം എന്ന രൺവീറും അതുപോലെ നമ്മുടെ ചോട്ടുവിൻ്റെയും കഥയുമാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തുള്ള 2 മെയിൻ കഥാപാത്രങ്ങളാണ് മോർപാല്, മിഹിർ. മിഹിറിൻ്റെ ഫ്രണ്ടാണ് മോർപാൽ. അപ്പോൾ ഇവരെ 2 പേരെയും കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അപ്പോൾ മോർപാൽ എന്ന ഭാഗം നോക്കാം. ഗരീബ് പരിവാർക്കാൽ എടുക്കാം, പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് മോർപാൽ. ദൂർ സേ സൈക്കിൾ ചലാത്ത ആത്താ ഹേ, ദൂരെ നിന്ന് സൈക്കിൾ ഓടിച്ചിട്ടാണ് വരുന്നത്. റോസ് സ്കൂൾ ആന പസന്ത് കർത്താ ഹേ, എന്നും സ്കൂളിൽ വരാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്. റോസ് ചാച്ച് ലാത്താ ഹേ, എന്നും മോര് കൊണ്ടുവരുന്നു. രാജ്മ ചാവൽ പസന്ത് കർത്താ ഹേ, രാജ്മയും ചാവലും ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്. ഹമേശ നീലി ഖാക്കി യൂണിഫോം പഹൻതാ ഹേ, എപ്പോഴും നീലയും കാക്കി നിറവുമുള്ള യൂണിഫോമാണ് ഈ കുട്ടി ധരിക്കുന്നത്. ഇനി നമുക്ക് മിഹിറിനെ കുറിച്ച് നോക്കാം. അമീർ പരിവാർക്കാൽ എടുക്കാം എന്ന് വെച്ചാൽ റിച്ച് കുടുംബത്തിലെ കുട്ടിയാണ്. സ്കൂൾ ന ജാനെ കെ ലിയെ ബഹാന ബനായ കർത്ത, സ്കൂളിൽ പോവാതിരിക്കാൻ ഓരോരോ കള്ളങ്ങൾ പറയും. ചാച്ച് ബഹുത്ത് പസന്ത് കർത്ത, മോര് ഭയങ്കര ഇഷ്ടമാണ്. യൂണിഫോം പഹന്ന പസന്ത് നെഹിയും കർത്ത, യൂണിഫോം ധരിക്കാൻ ഇഷ്ടമില്ല. റോസ് രാജ്മ ചാവൽ ലാത്താഹെ, എന്നും രാജ്മയും ചാവലും കൊണ്ടുവരുന്നു. കീമത്തി കപ്പടെ പഹൻതാഹെ, നല്ല വില കൂടിയ വസ്ത്രങ്ങളാണ് ധരിക്കുക. ഇനി ഐ ആം കലാം എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സാണ് ചോട്ടുവും രൺവിജയും. ചോട്ടു സ്വയം ഇടുന്ന പേര് കലാം എന്നാണ് അല്ലേ. അപ്പോൾ അത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ശരിക്കും ചോട്ടുവിന് എങ്ങനെയാണ് കലാം എന്ന പേര് വന്നത് എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ചോട്ടുവിൻ്റെ പ്രത്യേകതകൾ. ഗരീബ് പരിവാർക്കാൽ എടുക്കുക, പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. സുദൂർ ഗാവ് സെ ആയാ ഹേ, വളരെ ദൂരെയുള്ളൊരു ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ചായ്ക്ക് ദുക്കാൻ മേ കാം കർത്താ ഹേ, ചായക്കടയിൽ ജോലി ചെയ്യുന്നു. സ്കൂൾ ജാനാ ചാഹത്താ ഹേ, അവൻ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നു. പഠി ലിഖിക്കർ കലാം സ ബന്ന ചാഹത്താ ഹേ, പഠിച്ച് അവൻ കലാമിനെ പോലെ ആവാനും ആഗ്രഹിക്കുന്നുണ്ട്. കോയി ബി കാര്യ സീഖനെ മേ തേസ്, എന്ത് കാര്യവും മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിയായിരുന്നു. സമജ്ദാർ ഔർ ഈമാൻദാർ ലഡ്കാ ഹേ, വളരെ ബുദ്ധിയുള്ളതും അതുപോലെ നല്ല സത്യസന്ധനുമായിട്ടുള്ളൊരു കുട്ടിയാണ്. ജീവജന്തുവം സേ സഹാനുഭൂതി രക്താ ഹേ, എല്ലാ ജീവജാലങ്ങളോടും ആ കുട്ടിക്ക് സഹാനുഭൂതി തോന്നുന്നുണ്ട്. ദോസ്തി കാ മഹത്വ സമജ്താ ഹേ, ഫ്രണ്ട്ഷിപ്പിന് നല്ല വാല്യൂ കൊടുക്കുന്ന കുട്ടിയാണ് നമ്മുടെ കലാം. ഇനി രൺവിജയനെ കുറിച്ച് നോക്കാം. രൺവിജയനെ നിങ്ങൾ കണ്ടില്ലേ, ടൈയൊക്കെ കെട്ടി സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയാണ്, നല്ല വെളുത്ത കുട്ടിയാണ് രൺവിജയ്.
ടാണി കെ റാണ കാ ബേട്ടാ ഹെ, ആ ടാണിയിലെ രാജാവിൻ്റെ മകനാണ് രൺവിജയ്. സ്കൂൾ ജാന പസന്ത് നഹീം കർത്ത, അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. പരീക്ഷ സേ ഡർത്ത ഹെ, അവന് പരീക്ഷയ്ക്ക് നല്ല പേടിയാണ്. അമീർ ഖരീബ് ഉച്ച നീച്ച് ഭേദഭാവ് നഹീം ഹെ, ആ കുട്ടിയുടെ പ്രത്യേകത പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വലിയ ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ ഒരു ഭേദഭാവവും ഇല്ലാത്തൊരു കുട്ടിയാണ് രൺവിജയ്. ദോസ്തി കാ മഹത്വ സമജ്താ ഹെ, അതുപോലെ ഫ്രണ്ട്ഷിപ്പിനും നല്ല വാല്യൂ കൊടുക്കുന്ന കുട്ടിയാണ്. വാർത്താലാപ് കൽപ്പന കർക്കെ ലിഖിം, അതായത് ഈ മോർപാലിനെ മിഹിർ ഒരു കല്യാണത്തിന് പോയപ്പോഴും ആ നീലയും കാക്കി നിറമുള്ള യൂണിഫോം ഇട്ട് കണ്ടു. അപ്പോൾ മിഹിർ എന്താണ് ഷോക്കായിപ്പോയി. ആ സമയത്ത് മോർപാലും മിഹിറും തമ്മിലുള്ള കോൺവെർസേഷനാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാർത്താലാപ് എന്ന് ഹെഡിങ് കൊടുക്കുക. മിഹിർ ആദ്യം പറയുന്നു അരേ മോർപാൽ, അപ്പോൾ മോർപാൽ ഹാ മിഹിർ. മിഹിർ തും യഹാ ക്യോ, നീ എന്താ ഇവിടെ? മോർപാൽ രാമു കാക്കാക്കെ വഹാം ഷാദി മേ ആയാഹും, ഞാൻ രാമു കാക്കയുടെ അവിടെ കല്യാണത്തിന് വന്നതാ. അപ്പം മിഹിർ ഷാദിമേ, കല്യാണത്തിനോ? മോർപാൽ ഹാ കാക്കി ഹമാരെ പടോസിൻ ഹെ, അതെ കാക്കി എൻ്റെ അയൽക്കാരാണ്. മിഹിർ അരേ തും സ്കൂൾ യൂണിഫോം പഹൻകർ ആയേ ഹോ, നീ എന്താ സ്കൂൾ യൂണിഫോം ഇട്ട് വന്നത്? മോർപാൽ ഹാ മിഹിർ മേരെ പാസ് അവർ കോയി കപ്പട നഹീം ഹെ, അതെ മോർപാൽ എനിക്ക് വേറെ ഡ്രസ്സില്ല. മിഹിർ ഓ അച്ഛാ ചലോ ഹം അബ് ഖാന ഖായേഗി, ഓക്കെ എന്നാൽ നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. മോർപാൽ അച്ഛാ ചലോ യാർ, ശരി കഴിക്കാം. അപ്പോൾ ഒരു വാർത്താലാപമാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിയത്. ഇനി നമുക്ക് ഒരു മാച്ച് ദ ഫോളോയിങ്സ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം കേട്ടോ. ആൻസർ നോക്കാം. റോസ് സ്കൂൾ ജാന മിഹിർ കോ പസന്ത് നഹീം ദാ, എന്നും സ്കൂളിൽ പോകാൻ മിഹിറിന് ഇഷ്ടമല്ല. ഷാദി മേംബി മോർപാൽ യൂണിഫോം പഹൻകർ ആത്താത, കല്യാണത്തിന് വരെ മോർപാൽ യൂണിഫോം ധരിച്ചാണ് വരുന്നത്. മിഹിർ കാ മിത്ര മോർപാൽ റോസ് സ്കൂൾ ആത്താത, എന്നും സ്കൂളിലേക്ക് വരുന്നു. രവിവാർ കി ചുട്ടി, ഞായറാഴ്ചയിലെ അവധി. മോർപാൽ കോ ബുരി ലഗ്തി തി, മോർപാലിന് ഞായറാഴ്ച അവധി കിട്ടുന്നത് ഇഷ്ടമല്ലായിരുന്നു. സ്കൂൾ കി ചുട്ടി മിൽനെ പർ, സ്കൂളിന് അവധി കിട്ടുമ്പോൾ ലേഖക് ഘർമേ ഖുഷി മനാത്താത, ലേഖകൻ മിഹിർ വീട്ടിൽ ആഘോഷിക്കുന്നു. ഇനി ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളാണ്. മോർപാലും മിഹിറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ആര് ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. മോർപാൽ രാജ്മാ ദേഖ്തേ ഹി ഖുഷ് ഹോത്താത, അതുപോലെ ചാച്ച് കാ ഡിംബ ലാത്താത, സ്കൂൾ സെ ബഹുത്ത് ദൂർ രഹത്താത. ഈ ആദ്യത്തെ മൂന്നും മോർപാലിൻ്റെ കാര്യങ്ങളാണ്. ലാസ്റ്റ് ഗർസെ രാജ്മ ലാത്താത, വീട്ടിൽ നിന്ന് രാജ്മ കൊണ്ടുവരുന്നത് മിഹിറാണ്. കീമത്തി കപ്പടെ ഖരീദാത, വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതും മിഹിറാണ്. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഡയറിയാണ് നമ്മൾ നോക്കുന്നത്. ഡയറിയുടെ ക്വസ്റ്റ്യൻ വായിക്കാം. उसे पता था कि चाच मेरी कमज़ोरी है, लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाज़ा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज़ किसी के लिए इतनी खास हो सकती है. प्रस्तुत प्रसंग पर मिहिर की डायरी कल्पना करके लिखी. നമ്മൾ മിഹിറിൻ്റെ ഡയറിയാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഡെയിലി മോരും അതുപോലെ രാജ്മ ചാവിലൊക്കെ അവരിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിച്ചു ഇല്ലേ. അപ്പോൾ അന്നാണ് മിഹിർ മനസ്സിലാക്കിയത് എന്നെപ്പോലുള്ളവർക്ക് ഈ രാജ്മയും ചാവലും സാധാരണ ഒരു ഫുഡാണ്, പക്ഷേ ഈ മോർപാലിനെ പോലെയുള്ളവർ ആദ്യമായിട്ടാണ് ഇത്രയും വിശേഷപ്പെട്ട ഫുഡാണ് എന്ന് മനസ്സിലാക്കിയ ആ ദിവസം മിഹിർ എഴുതുന്ന ഡയറി. അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ നല്ല ഭംഗിയിലൊരു ബോക്സൊക്കെ വരച്ച് ഡേറ്റ് എഴുതണം, ഡേയും എഴുതണം. ഹിന്ദിയിൽ തന്നെ ഡേ എഴുതണം. ആജ് മേരെ ലിയെ ഏക് വിശേഷ് ദിൻ താ, ഇന്ന് എനിക്ക് ഭയങ്കര വിശേഷപ്പെട്ട ദിവസമായിരുന്നു. ആജ് മേ മിത്ര മോർപാൽ കെ സാത്ത് ഗാനെ കെ ലിയെ ബൈഠ, ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് മോർപാലിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. മേരെ ഗാനെ കെ ഡിംബെ മേ രാജ്മ ദേഖ് കർ വഹു ബഹുത്ത് ഖുഷ് ഹുവാ താ, ഞാൻ കൊണ്ടുവന്ന എൻ്റെ പാത്രത്തിലെ രാജ്മ കണ്ടിട്ട് അവൻ ഒരുപാട് സന്തോഷിച്ചു. വഹ് പഹലി ബാർ രാജ്മ ദേഖ് രഹാ താ, അവൻ ആദ്യമായിട്ടാണ് രാജ്മ കാണുന്നത്. ഉസ്കി ഗരീബി കെ കാരൺ ഘർ മേ രാജ്മ ഖരീദ് നഹീ സക്താ താ, അവരുടെ ദാരിദ്ര്യം കാരണം വീട്ടിൽ രാജ്മയൊന്നും വാങ്ങുന്നില്ല. ഇസ്ലിയെ തോ യഹ് സാമാന്യ സി ചീസ് താ, അതുകൊണ്ട് തന്നെ മേരെ ലിയെ തോ യഹ് സാമാന്യ സി ചീസ് താ, എനിക്ക് ഇതൊരു സാധാരണ ഫുഡാണ്, സാധാരണ വസ്തുവാണ്.
पर उसके लिए वह ഖാസ് ചീസ് थी. പക്ഷെ അവനിതൊരു സ്പെഷ്യലാണ്. ഉസ്നെ ഖാനെ കെ ലിയെ ചാച്ച് ലായതാ. അവൻ കഴിക്കാൻ വേണ്ടി മോരാണ് കൊണ്ടുവന്നത്. ചാച്ച് മേരി കംസോരി ദി. എനിക്ക് മോര് ഭയങ്കര ഇഷ്ടമാണ്. ഹംനെ ആജ് സെ ഖാന അദല ബദലി കർക്കെ ഖാനെ കാ നിശ്ചയ കിയ. ഞങ്ങൾ ഭക്ഷണം അദല ബദലി കർക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. മേ ഉസ്കെ ലിയെ രാജ്മ ലാവുങ്ക. ഞാൻ അവന് വേണ്ടി രാജ്മ കൊണ്ടുവരും. വഹു മേരെ ലിയെ ചാച്ച്. അവൻ എനിക്ക് വേണ്ടി ചാച്ച് കൊണ്ടുവരും. ഹം ദോനോ ബഡി ചാവ് സെ ഖാന ഖാത്തെ ഹെ. ഞങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇതാണ് ഡയറി. അടുത്തത് റപ്പട്ട് തയ്യാർ കരെ. റപ്പട്ട് എന്ന് പറഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ടാണ്. സ്കൂൾ കെ ഭാഷൺ പ്രതിയോഗിതാമേ റൺ വിജയ് കോ പ്രഥം സ്ഥാൻ മില. സ്കൂളിലെ സ്പീച്ച് കോമ്പറ്റീഷന് റൺ വിജയന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു റപ്പട്ട്, ഒരു ന്യൂസ് റിപ്പോർട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഹെഡിങ് കൊടുക്കാം, ഭാഷൺ പ്രതിയോഗിത റൺ വിജയ് കോ പ്രഥം സ്ഥാൻ. ഹെഡിങ് കൊടുത്തു. ദില്ലി, സ്ഥലത്തിൻ്റെ പേര് കൊടുത്തു. കൽ ജയ്സൽമേർ കെ സർക്കാരി ഹൈസ്കൂൾ മേ ഭാഷൺ പ്രതിയോഗിത ചലായി ഗയി. ഇന്നലെ ജയ്സൽമേറിലെ സർക്കാരി ഹൈസ്കൂളിൽ സ്പീച്ച് കോമ്പറ്റീഷൻ നടന്നു. इसमें ढाणा के राणा का बेटा कुंवर रण विजय को प्रथम स्थान प्राप्त हुआ. അതിൽ ഠാണയിലെ റാണയുടെ മകൻ കുമാരൻ റൺ വിജയന് ഒന്നാം സ്ഥാനം ലഭിച്ചു. പുരസ്കാർ പ്രാപ്തി കെ ബാദ് ഉസ്നെ കഹാ കി അപ്നെ ദോസ്ത് കലാം നെ യഹ് ഭാഷൺ തയ്യാർ കിയ. അപ്പോൾ സമ്മാനം കിട്ടിയതിന് ശേഷം അവൻ പറഞ്ഞു, ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് കലാമാണ് എനിക്ക് ഈ സ്പീച്ച് തയ്യാറാക്കി തന്നത്. ഇസ്ലിയെ പുരസ്കാർ ഉസ്കെ ലിയേ ഹെ. അതുകൊണ്ട് ഈ സമ്മാനം അവന് വേണ്ടിയുള്ളതാണ്. കുംവർ കി ഹിന്ദി അച്ചി ന ഹോനെ സെ കലാം ഉസ്കി മദത് കി ദി. കുമാരൻ്റെ ഹിന്ദി അത്ര നല്ലതല്ലാത്തത് കൊണ്ട് കലാമാണ് അവനെ ഹെൽപ്പ് ചെയ്തത്. യഹ് പുരസ്കാർ പ്രാപ്തി റൺ വിജയ് ഔർ കലാം കെ ബീച്ച് കി ദോസ്തി കി അനൂട്ടി നിഷാനി ബി ഹെ. ഈ സമ്മാനം റൺ വിജയിൻ്റെയും കലാമിൻ്റെയും ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു അടയാളമാണ്. പുരസ്കാർ വിതരൺ സ്കൂൾ കെ പ്രധാനാധ്യാപികാനെ കിയ. ഈ സമ്മാനം സ്കൂളിലെ പ്രധാന അധ്യാപിക കൊടുത്തു. ഠാണി മേ കുംവർ കെ വിജയ് പർ ഖുഷി മനായി ഗയി. ഠാണിയിലെ കുമാരൻ്റെ ഈ വിജയത്തിൽ സന്തോഷം ആഘോഷിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇനി നമുക്ക് പട്കഥ റെഡിയാക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ പട്കഥ ചോദിക്കാം. മേ സ്കൂൾ ജാനെ മേ റോയ കർത്ത. ഞാൻ സ്കൂളിൽ വരാൻ കരയാറുണ്ട്. റോസ് നയെ ബഹാനെ ബനായ കർത്ത. ഞാൻ ഡെയിലി ഓരോ നുണകളൊക്കെ പറയും. ഔർ ജബ് തേഷ് ബാരിഷ് കാ ദിനോ മേ സ്കൂൾ കെ രാസ്തേ മേ പാനി ഭർ ജാനെ സെ ചുട്ടി ഹോ ജായ കർത്തി ദി. നല്ല മഴയുള്ള ദിവസങ്ങളിൽ സ്കൂളിലെ വഴിയിൽ വെള്ളം നിറയുമ്പോൾ അവധി കിട്ടുന്നു. തോ മേ ഘർ പർ നാച്ച നഹായ കർത്ത. അപ്പം ഞാൻ വീട്ടിൽ കളിക്കും, ഡാൻസ് ചെയ്യും. ഈസ് പ്രസംഗ് പർ പട്കഥാക്ക ഏക് ദൃശ്യ ലിഖേ. അപ്പോൾ ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ തിരക്കഥ എഴുതേണ്ടത്. അപ്പോൾ സീൻ കൊടുക്കുക, ദൃശ്യസംഖ്യ അല്ലെങ്കിൽ സീൻ 4 എന്ന് കൊടുക്കുക. സ്ഥാൻ മിഹിർ കെ ഘർ കാ കമര. സ്ഥലം മിഹിറിൻ്റെ വീട്ടിലെ റൂം. സമയ് സുബഹ് 8 ബജെ, രാവിലെ 8 മണി. പാത്ര കഥാപാത്രങ്ങൾ, അതുപോലെ അവരുടെ വയസ്സ്, അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ മിഹിർ 12 വയസ്സ്, മിഹിർ കി മാം 40 വയസ്സ്. വേഷ്ഭൂഷ മിഹിർ മഹങ്കെ കുർത്ത ഔർ പത്തുലുൻ പഹന ഹുവ. മിഹിർ ധരിച്ചിട്ടുള്ളത് നല്ല വില കൂടിയ കുർത്തയും പാൻറ്റുമാണ്. ഇനി അമ്മ മഹങ്കി സാടി, വില കൂടിയ സാരിയും ബ്ലൗസ് പഹനീതി, ബ്ലൗസും ഇട്ടിട്ടുണ്ട്. മിഹിർ സ്കൂൾ ജാനേസെ ഹിച്ചക്ക് തീഹി. മിഹിർ സ്കൂളിൽ പോകാൻ കിണുങ്ങുന്നു. വഹ് പേട്ട് ദർദ് കാ ബഹാന കർത്ത. വയറുവേദന എന്ന് പറയുന്നു. മാം ഉസ്സെ കുഷ് ബാത്ത് കർ രഹി ഹി. എന്നിട്ട് അമ്മ അവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇനി ഇവർ തമ്മിലുള്ള ഡയലോഗ്സ് ആണ്. സംവാദം എന്ന് ഹെഡിങ് കൊടുക്കുന്നു. മാം മിഹിർ കെ പാസ് ആത്തി ഹി. മിഹിറിൻ്റെ അടുത്ത് ചെല്ലുന്നു. ക്യാ ഹുവാ മിഹിർ ക്യോം രോ രഹേ ഹോ. എന്തിനാണ് നീ കരയുന്നത്? മിഹിർ രോത്തെ ഹുയെ, കരഞ്ഞുകൊണ്ട്. പേട്ടുമേ ദർദ് ഹോ രഹാ ഹി. വയറ് വേദനിക്കുന്നു. മാം ആശ്ചര്യസെ ക്യാ ഹുവാരേ, എന്തു പറ്റി? മിഹിർ ഔർ രോത്തെ ഹുയെ, വീണ്ടും കരഞ്ഞുകൊണ്ട്. തേസെ ദർദ് ഹോ രഹാ ഹി. എനിക്ക് ഉറക്ക വേദനിക്കുന്നു. മാം ചകിത് ഹോക്കർ ഐസ ഹേ ക്യാ, അങ്ങനെയാണോ? അച്ഛാ മേ ദവായി ലേക്കർ ആത്തി ഹൂ. ഞാൻ മരുന്നെടുത്ത് കൊണ്ടുവരാം. മിഹിർ നെഹി മാം തോടി ദേർ ബാദ് ടീക്ക് ഹോ ജായേഗ. വേണ്ട അമ്മേ, കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. മാം അച്ഛാ തോടി ദേർ ലേറ്റ് ജാവോ. ശരി, കുറച്ച് നേരം കൂടി കിടന്നോളൂ. ആജ് സ്കൂൾ മത് ജാവൂ. ഇന്ന് സ്കൂളിൽ പോകണ്ട.
എന്നിട്ട് അമ്മ പോകുന്നു. മിഹിർ ടീക് ഹേ മാ ഖുഷ് ഹോക്കർ മുസ്കുരാത്ത ചിരിക്കുന്നു. ദൃശ്യ സമാപ്ത്. അപ്പോൾ അവസാനം എപ്പോഴും നമ്മൾ ദൃശ്യ സമാപ്തി എന്നും കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ പട്കഥയും എഴുതി കഴിഞ്ഞു കേട്ടോ. കൂട്ടുകാർക്ക് അയാം കലാം കെ ബഹാനെ എന്ന പാഠത്തിൽ നിന്നും വരുന്ന കുറച്ച് ആക്ടിവിറ്റീസ്, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അയാം കലാം കെ ബഹാനെ എന്ന പാഠത്തിൽ വീഡിയോസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും വരാം. ബൈ ബൈ.